തുരങ്കപാത മാത്രമല്ല, ഏത് ബദൽ സംവിധാനവും സാധുതാണ്. അത്രയധികം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവിക്കുന്നത്. വയനാട് 3 ദിവസം ഒറ്റപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല. വ്യവസായ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല, സമസ്ത മേഖലകൾക്കും ആ പദ്ധതി വളരെ സാധാരണമാണ്. കോഴിക്കോട് വയനാട് യാത്ര 1 മണിക്കൂറിലധികം കുറയും. അത് വയനാട്ടുകാർക്ക് മാത്രമല്ല, അതുവഴി മൈസൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ് വരെ റോഡ് മാർഗം പോകുന്നവർക്കെല്ലാം ആ പാത വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്ക് ഒഴിവാകുന്നുണ്ട്. 2 ലൈൻ പാത വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് വേണ്ടത്ര മുന്നൊരുക്കം എടുക്കണം. അതിന്റെ കരാറുകാരുടെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. പാലക്കാട് തൃശ്ശൂർ തുരങ്കപാതയിൽ നമുക്കറിയാം അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ സാവധാനമാണ്. എത്രയും വേഗം അത് പൂർത്തീകരിക്കുന്നതോടൊപ്പം വളരെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ വേണം നടത്താൻ. ഞാൻ കുറേയധികം തുരങ്കപാത പോയ ഒരു വ്യക്തി കൂടിയാണ്. പല പൂന വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ പൂനെന്ന് ബോംബെക്ക് തുരങ്കപാത കൂടെ പോകുന്നത്. ഈ കാര്യത്തില് വളരെയധികം കക്ഷി രാഷ്ട്രീയ അതീതമായി എല്ലാവരും ഒത്തൊരുമിച്ച് ആ പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കണം. അതിൽ യാതൊരു സംശയ കാര്യത്തില്ല. അതിന് ഒരുപാട് ഗുണങ്ങളാ കാര്യങ്ങളിലുണ്ട്. അതായത് 658 കോടിയുടെ ആയിരുന്നു പ്രാഥമിക ഭരണാനുമതി 2020 കൊടുത്ത്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് 2025 ലോഞ്ച് മുഖ്യമന്ത്രി 2000 ഒക്ടോബർ 5 ലോഞ്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു. എന്തായാലും നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല. ഇത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് വളരെ അടിയന്തര ആവശ്യമാണ്. അത് സമസ്ത മേഖല നമ്മളത് പരിമിതപ്പെടുത്തേണ്ട, വ്യവസായ ടൂറിസം മേഖല മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ട. മറ്റൊന്ന് ചരക്ക് നീക്കം വേഗത്തിലാവും. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വില പറയാൻ കഴിയും. ഏത് ഉൽപ്പന്നത്തിനും ട്രാൻസ്പോർട്ടിംഗ് ആണ് വലിയൊരു ചെലവായിട്ട് വരുന്നത്. അത് പലതരം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ നിലയ്ക്കും വളരെ സാവധാനമാണ്. അത് നടപ്പാക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി അതിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ ഇവിടെ നമ്മൾ ദേശീയപാത 66 അബദ്ധങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. കരാർ കൊടുക്കുക, പിന്നെ അവർ ഉപകരാർ കൊടുക്കുക. വേണ്ടത്ര മേൽനോട്ടമില്ലായിരിക്കും. ഈ കാര്യത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ വേണം, അതിന്റെ നിരീക്ഷണങ്ങൾ വേണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാര്യക്ഷമമായിട്ട് ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള പദ്ധതി എത്രയും വേഗം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ മിനിറ്റ് വൈകുന്നതോറും നമ്മുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ചെലവിലേക്ക് 2000 നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു. അതിലേക്കും നമ്മൾ പോകണ്ട. ഏതായാലും നല്ലൊരു നീക്കം നടത്തിയ ബഹുമാന മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും നമ്മൾ അഭിനന്ദിക്കുകയാണ്. കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി എത്രയും വേഗം പദ്ധതി പൂർത്തീകരിക്കുകയാണെങ്കിൽ വളരെ ആശ്വാസം വയനാട്ടുകാർക്ക് മാത്രമല്ല, ജനങ്ങൾക്കെല്ലാം കേരളത്തിൽ തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.